അമേരിക്കയിലേക്ക് വരുന്ന നിക്ഷേപകർക്കായി $5 മില്യൺ ചെലവഴിക്കാനുള്ള ഒരു പുതിയ വിസ പ്രോഗ്രാം പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്ഥിരതാമസക്കാർക്ക് ഗ്രീൻ കാർഡുകൾ ലഭിക്കുന്നതുപോലെ തന്നെ ഒരു ഗോൾഡൻ കാർഡ് പ്രോഗ്രാം എന്ന് വിശേഷിപ്പിച്ച ട്രംപ്, രണ്ടാഴ്ചയ്ക്കുള്ളിൽ പദ്ധതി പ്രവർത്തനക്ഷമമാകുമെന്ന് ഓവൽ ഓഫീസിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. യുഎസിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഡ് കാർഡ് വിൽക്കുന്നതിന് അനുകൂലമായി EB-5 എന്നറിയപ്പെടുന്ന നിലവിലെ നിക്ഷേപക വിസ നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇവ പൗരത്വത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും. ഈ കാർഡ് വാങ്ങുന്നതിലൂടെ സമ്പന്നരായ ആളുകൾ നമ്മുടെ രാജ്യത്ത് വരുമെന്നും അവർ എന്നും സമ്പന്നരായിരിക്കുകയും വിജയം കൈവരിക്കുകയും ധാരാളം പണം ചെലവഴിക്കുകയും അതോടൊപ്പം നികുതി നൽകുകയും ചെയ്യും. നിലവിൽ EB-5ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് $1 ലക്ഷം മുതൽ $2 ലക്ഷം വരെയാണ് ഫീസ്. എന്നാൽ ഇത് $8 ലക്ഷം മുതൽ $1 മില്യൺ വരെ നിക്ഷേപിക്കാൻ അപേക്ഷകർ നടത്തേണ്ട പ്രതിബദ്ധതയ്ക്ക് പുറമെയാണ്. യുഎസ് വാഗ്ദാനം ചെയ്യുന്ന നിരവധി തൊഴിലധിഷ്ഠിത വിസകളിൽ ഒന്നായ വിസ പ്രോഗ്രാമുകളിൽ നിക്ഷേപം വഴി കുറഞ്ഞത് 10 ജോലികളെങ്കിലും സൃഷ്ടിക്കേണ്ടതുണ്ട്. കൂടാതെ അപേക്ഷകൻ ആദ്യം മുതൽ തന്നെ മൂലധനം ഉണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ട്. EB-5 ഉടമകൾക്ക് 2 വർഷത്തെ ഗ്രീൻ കാർഡ് ലഭിക്കും. കൂടാതെ അവ വിപുലീകരിക്കുന്നതിന് അപേക്ഷിക്കുകയും ചെയ്യാം. അതിനപ്പുറം യുഎസ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അമ്പരപ്പിക്കുന്നതും ലോകോത്തരവുമായ ആഗോള പൗരന്മാരെന്ന് ലുട്നിക്കിനെ വിശേഷിപ്പിക്കുന്നവർക്ക് ഗോൾഡ് കാർഡ് ഒരു ഗ്രീൻ കാർഡ് പ്ലസ് ആയിരിക്കുമെന്നാണ് ട്രംപിന്റെ അഭിപ്രായം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അപേക്ഷകരെ പരിശോധിക്കും.